പോകാനുള്ള സമയമായെന്ന് തോന്നുമ്പോൾ ആരോടും പറയാതെ ഞാൻ ഇറങ്ങും. ഒരു വാക്ക് മിണ്ടാതെ പോയതിന് എന്നോട് വിഷമമൊന്നും തോന്നരുത് മോളെ. അച്ഛനോടും പറയണം. അച്ഛാ, ഞാനും അച്ഛനും തൊട്ടടുത്ത് തന്നെയാ. ആരോടെങ്കിലും ചോദിച്ചാ പറഞ്ഞു തരും. എന്നോട് യാത്ര പറഞ്ഞില്ലെങ്കിലും എന്റെ അച്ഛനോട് പറയാതെ പോവരുത്, അത് നന്ദികേടാവും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ഇച്ചൂട്ടാ, മുത്തച്ഛനോട് യാത്ര പറ. പോയിട്ട് വരാന്ന് പറ മോനെ. ഇത് മോന്റെ വീടാ. മോൻ ഇങ്ങോട്ട് തന്നെ വരണം. ആ സമയത്ത് മുത്തച്ഛൻ ഇവിടെ ഉണ്ടാവണമെന്നില്ല. മോൻ മുത്തച്ഛനെ ഓർത്താ മതി. മുത്തച്ഛൻ എവിടെയും പോകണ്ട. എന്നാ ഇറങ്ങട്ടെ അച്ഛാ. ഇനി മുത്തച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അല്ലാതെ എന്തു പറയാനാ. പോവാം. ഇച്ചൂടെ കാറ്റ് കൊടുക്കും. വയറ് നിറച്ചും കഴിക്കണം കേട്ടോ. ദാ നല്ലോണം കഴിക്കും. ഇനി മോക്ക് വരാം കേട്ടോ. തിന്നിട്ട് വെള്ളം കുടിക്കാവേ. അമ്മൂമ്മയുടെ മോള് കഴിക്കും. അതമ്മൂമ്മ മാറ്റിക്കളയാം. മക്കള് കഴിക്കണോ? മുത്തച്ഛൻ വാരി തരണോ? വേണ്ടല്ലേ? ആ മുത്തച്ഛന്റെ മക്കള് മിടുക്കി കുട്ടികളല്ലേ, അവര് തന്നെ കഴിച്ചോളൂ. അയ്യോ, അവിടെ ഇരിക്കണ്ട, ഇട്ടോട്ട് വീഴും. ധനുമേ, ആര് വന്നു തോന്നുന്നു. ആ, മോള് വീഴാൻ നോക്കണേ. ധനുമേ ശ്രദ്ധിച്ചോളണേ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഷ് പോയി ശരി നോക്കിക്കോ. ശരി. മോളൂട്ടി വീഴാൻ നോക്കണേ. മോളെ പതുക്കെ. ആഹാ, വിച്ചൂട്ടാ, നഴ്സറി പോണ്ടായിരുന്നു ഒന്ന്. ആഹാ, അതാണല്ലേ മോൻ അച്ഛനും അമ്മയും കൂട്ടിയും കൊണ്ട് വന്നത്. മിടുക്കൻ. ഇതെന്താ അനുമോള് ബാഗൊക്കെ ആയിട്ട്? ഞാൻ കുറച്ചു ദിവസം അച്ഛന്റെ കൂടെ നിക്കാന്ന് വിചാരിച്ചു. ഏയ് അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല അച്ഛാ. അനുവിന് കുറച്ചു ദിവസം അവിടെ നിന്ന് മാറി നിൽക്കണം തോന്നി. പിന്നെ അച്ഛനോട് തനിച്ചാണല്ലോ. ഇപ്പൊ ഞാൻ തനിച്ചൊന്നല്ല, എനിക്ക് കൂട്ടിനായി ആർച്ചമോളെയും ഭദ്രമോളെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. വിച്ചുമോനെ, അകത്ത് അനീതിമാരൊക്കെ വന്നിട്ടുണ്ട്. മോൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടോ. ചെല്ലടാ. അച്ഛാ, എന്താ അച്ഛനീ പറയുന്നേ? ചീരുവിന്റെ മക്കളെ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ആ, അല്ല, കുട്ടികൾ രഘുവിന്റെ അമ്പിളിയുടെ കൂടെ ദാസങ്ങളുടെ വീട്ടിലാണെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ആയിരുന്നു. അവിടെ രഘു കമ്പനി പോയി കഴിഞ്ഞാ പിന്നെ അമ്പിളി തനിച്ചല്ലേ ഉള്ളൂ. അവൾക്ക് വീട്ടിലെ കാര്യവും ലച്ചുമോളുടെ കാര്യവും ഒക്കെ നോക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ചീരുവിന്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. ഇവിടെ സഹായത്തിന് പിന്നെ ഭാനുമ്മയുണ്ടല്ലോ. അച്ഛാ, എന്നാലും 2 പെൺകുട്ടികളെ അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ? ഭാനുമ്മയ്ക്ക് നല്ല പ്രായമുണ്ടല്ലോ അച്ഛാ. ആ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ നിങ്ങൾ 5 പേരെ വളർത്തിയത്. ആ, മഞ്ചാടിയുടെ പരീക്ഷ കഴിഞ്ഞാ പിന്നെ പഞ്ചരത്നത്തിലേക്ക് പോവും.
അപ്പോ വിനയൻ ഇനി മക്കളെ തിരിച്ചു കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു വച്ചാ? ഏയ് അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു കുഞ്ഞ് അവിടെ ഉണ്ടല്ലോ, അവൻ ആ കുഞ്ഞിനെ നോക്കട്ടെ. ഉം.